ഒരു ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലോ ഫേസ്ബുക്ക് പേജോ യൂട്യൂബ് ചാനലോ എന്തോ ആണ് ഒരു സ്ത്രീ അവര് എക്സ്പോസ് ചെയ്ത് ആണ് വീഡിയോ ഇടുന്നത്. വളരെ സെക്സ് അപ്പീലുള്ള ഒരു ഒരു ഫിഗറാണ്. അത് കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടൊരു ഇന്റർവ്യൂ വന്നപ്പോൾ അവർ പറഞ്ഞു അവർ ഒരു മുസ്ലിം സ്ത്രീയാണ്, അവരുടെ പേര് മാറ്റിയിട്ട് അവരെന്തോ നമ്പിയായിരുന്നോ and ഇട്ടു. എന്തോ ഒരു നമ്പിയാർ, അതാരാന്ന് എനിക്ക് ഞാൻ ഇവരുടെ വീഡിയോ പണ്ട് കണ്ടിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് ഒന്നും പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇവരെന്തോ കപ്പ ഉണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എന്തോ ചെയ്യുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു. ആണോ അവർ തന്നെയാണോ അറിയത്തില്ല. വെള്ളത്തിലിട്ട് കഴുകുന്നു, കപ്പ പൊളിക്കുന്നു, കപ്പ കറി വെക്കുന്നു, അങ്ങനെയൊക്കെ എന്തോ കപ്പക്കറി അല്ല കപ്പക്കറി അല്ല കപ്പ പുഴുങ്ങുന്നു, വേവിക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കാണാൻ കൊള്ളാം. അങ്ങനെ ഞാൻ അധികം കണ്ടുകൊണ്ടിരിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണുന്ന ഇഷ്ടമല്ല. ഫോണാണെങ്കിലും ഞാൻ അധികം കാണാറില്ല. ഇങ്ങനത്തെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നേരിട്ടൊക്കെയാണ് ഇൻട്രാക്ഷൻ എങ്കിൽ കൊള്ളാം, അല്ലാതെ ഇങ്ങനെ ഈ കണ്ടുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ആളുകളുടെ ഒരു അവസ്ഥ ഇങ്ങനെ കണ്ട് എന്ത് ഇത്ര ചെയ്യാതിരിക്കുന്നത്, കണ്ടിട്ട് എന്ത് കാണണം അത്രേ ഉള്ളൂ. അല്ലാതെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് ആരുടെ ആണെങ്കിലും. അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ മാത്രമല്ല, പല രാജ്യത്തുള്ള ഇതേപോലത്തെ ആളുകൾ ഇങ്ങനെ ഓരോ എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇടുന്നവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. എല്ലാത്തരം സാധനങ്ങളും കാണുന്നുണ്ട്. അതിൽ കൂടുതൽ വീഡിയോ നമ്മൾ ചിലപ്പോൾ അല്ലാതെ ഈ വേറെ പലതും കാണുമല്ലോ, ന്യൂസ് ചിലപ്പോൾ കൂടുതൽ കണ്ടെന്നിരിക്കും, സിനിമയുടെ ക്ലിപ്സ് അല്ലെ ട്രെയിലറൊക്കെ ആയിരിക്കും അതിൽ കൂടുതൽ കണ്ടേക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനത്തെ സാധനമൊന്നും അധികം കാണത്തില്ല. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കണ്ടിട്ടങ്ങ് വിടും. പക്ഷെ ഇതിനകത്തുള്ള രസം എന്താ വെച്ചാൽ, ഇവര് മതം മുസ്ലിം ആയിട്ടും നീ എന്തിനാണ് ഈ ഹിന്ദു പേരിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഇവന്മാരൊക്കെ അപ്പൊ ഇത്ര നാൾ ഇത് കണ്ടിട്ടില്ല, അല്ല ഇനി അത് കണ്ടാൽ തന്നെ ഇവരെന്തിനാ ഇതിന്റെ അപ്പുറത്തോട്ട് അന്വേഷിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു പേരിലൊക്കെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നമ്മൾ കാണുന്ന എന്തിനാന്നല്ലേ ആലോചിക്കണ്ടേ. ഇവിടെ ഇപ്പൊ ഇറച്ചി, മീന് അല്ലെ പച്ചക്കറി ഇതൊക്കെ ഇവർ തിന്നുന്നുണ്ട്. എല്ലാം ഒരു തരം ആപ്പിറ്റൈറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പരിപാടിയാണല്ലോ. എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിച്ചു, ചുമ്മാ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ കാണും. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളെ മതം, ഇത് കുക്ക് ചെയ്ത ആൾ മുസ്ലിം ആണെങ്കിൽ ഞാൻ ഇനി അത് കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കുന്നത്. ഹലാൽ ബോർഡൊക്കെ വെച്ചിട്ട് ഹോട്ടലൊക്കെ നടത്തുമ്പോൾ ഉള്ള അല്ലേ, അതുപോലത്തെ ഒരു സാധനം പോലെ ഉണ്ട്. ഇത് പേരിലൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന സാധനം അത് കണ്ടങ്ങ് ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ഇവരെ കാണുന്നു, ഒരെണ്ണം വിട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നു, അല്ലാതെ കൂടുതലൊന്നും ആരും ചെയ്തിട്ടുമില്ല. ഇതിന് മുമ്പും ഇനി ഇത് കഴിഞ്ഞും വലിയ ചർച്ചയാവാൻ പോകുന്നുമില്ല. ഇനി ഇവരുടെ കൂടുതൽ കണ്ടാലും ആ കാണുന്ന സാധനങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നല്ല ഫിഗറാ, നല്ല സൂപ്പർ ഫിഗറാ, കാണാനും നല്ലതാ. അത് അങ്ങോട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇതിനെ കാണാത്തോണ്ടുള്ള പ്രശ്നമുള്ള കേട്ടോ, അല്ല ഇഷ്ടക്കേട് കൊണ്ടല്ല ഇതൊന്നും കാണാത്ത. എനിക്കിതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വലിയ താല്പര്യമില്ല, മനസ്സിലായില്ലേ. ഒരു പ്രാവശ്യമൊക്കെ കാണും, ഒന്ന് രണ്ട് പ്രാവശ്യം കാണും, അത് കഴിഞ്ഞാൽ പിന്നെ അത് വിടും. പിന്നെ നേരിട്ടൊക്കെ ഒരു പരിപാടി ഒത്തു കിട്ടിയാൽ അതും അധികം നാളൊന്നും കാണത്തൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് നിർത്തിപ്പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും തലയെ കയറ്റി വെക്കുമോ അല്ലെ ഇവരുടെ ജാതി ഏതാ മതം ഏതാന്ന് വെച്ചിട്ടാണോ കളിക്കുന്ന പിടിച്ച് പെണ്ണുങ്ങളെയൊക്കെ ആരെങ്കിലും അല്ല. എനിക്കറിയാൻ വേണ്ടി ആണുങ്ങളെ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഈ കളി നടക്കുന്നിടത്ത് എവിടെയാണ് ഈ മതം നോക്കുന്നത്? ഈ കല്യാണം പോലത്തെ തറ ഏർപ്പാട് വരുമ്പോഴേ ഈ എന്താ പറയുക മതവും അവരുടെ വീടും പറമ്പും പാരമ്പര്യവും ഒക്കെ നോക്കത്തുള്ളൂ. അല്ല വേണ്ട, ഇനിയിപ്പോൾ പൈസ കൊടുത്തിട്ടാണ് ഈ സാധനം മേടിക്കുന്നതെങ്കിലോ സെക്സ്, അല്ല ഇവരുടെയൊക്കെ ജാതകമൊക്കെ നോക്കിയിട്ടാണ് ഇവനൊക്കെ പോയി കളിക്കുന്നത്, അല്ലല്ലോ. ഈ പറയുന്നവരെല്ലാം ഈ അന്ധവിശ്വാസം ചുമന്നുകൊണ്ട് നടക്കുന്ന നാറി ചെറ്റകളെല്ലാം എന്ന് വെച്ചാൽ നിനക്ക് വല്ല കഴിവുണ്ടോടാ, നിനക്ക് നിന്റെ നാലാൾ അറിയൂടാ, അല്ല ഇതുപോലത്തെ ആൾക്കാരൊക്കെ ചെറ്റെന്ന് പറയാൻ പാടില്ല. അത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണ്. നഗർ എന്നൊക്കെ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ കോളനി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, കാരണം അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. നഗരമായ സ്ഥിതിക്ക് ഇനി കോളനി എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രിട്ടീഷ് കോളനി അല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കത്തുള്ളൂ അല്ലേ. എന്താ വേറെ എന്തെങ്കിലുമൊക്കെ കോളനി ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടോ മറ്റെന്തെങ്കിലും ആണെന്ന് വിചാരിക്കത്തുള്ളൂ, അല്ലാതെ ഒരു മോശം ഇടപാടല്ല. അപ്പം ഇനി ധൈര്യമായിട്ട് കോളനി എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണെങ്കിലും ഈ പറഞ്ഞ